എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനൂസ് സുരേന്ദ്രനാണ്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് അതായത് ചെറിയൊരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഉണ്ടോ? നല്ല അടിപൊളിയല്ല, നല്ല സെറ്റായിട്ടേ. ഈ ബിസ്ക്കറ്റ് എങ്ങനെ നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാമെന്ന റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഫുള്ളായി കാണുക, എന്നാലും നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ടെക്നിക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായി കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ബിസ്ക്കറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആണ് പോകാം. ഓക്കെ, നമ്മൾക്ക് ആദ്യം ഒരു 3/4 കപ്പ് ബട്ടർ എടുക്കാം. അത് നെയ്യ് പോലെ ഉണ്ട്, പക്ഷേ ബട്ടറാണ് സംഭവം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റൂം ടെമ്പറേച്ചറിൽ മാറ്റണം. എന്നിട്ട് നന്നായി ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ കുറച്ചും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ബട്ടർ. 3/4 കപ്പ് കറക്റ്റ് പോരായിരുന്നു. അപ്പോൾ ഏകദേശം 3/4 കപ്പ് ബട്ടർ ഇതായിട്ടുണ്ട്. ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇതെല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചതാണിത്. 1/2 കപ്പാണ്. നമുക്കിതിലേക്ക് കുറച്ച് അതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പഞ്ചസാര എല്ലാം ഇതിലേക്ക് കറക്റ്റായിട്ട് മെൽട്ടായിട്ടുണ്ട്. അങ്ങനെ ഈ പരുവത്തിൽ ഇനി നമുക്ക് ഇതിലേക്ക് 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് എല്ലാം കൂടെ ഇടണം. കുറച്ചായിട്ട് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വിസ്ക് പറ്റില്ല, അപ്പം നമുക്കിനി കൈ കൊണ്ട് കുഴച്ചെടുക്കണം. 2ാമത്തെ കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നന്നായി കുഴച്ചെടുക്കുക. ഇതിൽ വെള്ളം ചേർത്തണ്ട, പക്ഷേ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പാല് ചേർത്താം. ഇപ്പോൾ ഇതെനിക്ക് ഏകദേശം പൊടി പോലെയാണ് വരുന്നത്. നമുക്ക് കുറച്ച് പാല് നമുക്ക് ഇങ്ങനെ തെളിച്ച് കൊടുത്തിട്ട് മൊത്തം അങ്ങനെ ഒഴിക്കാൻ പാടില്ല. ചപ്പാത്തി മാവ് പോലെയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് ചേർന്ന് എന്നാൽ മതി, അത്രേ വേണ്ടൂ നമുക്ക്. ഇത് ഇങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ ബേക്ക് ചെയ്യാം, പക്ഷേ നമ്മൾ ഇന്ന് ഇവിടെ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. ഇതിന് 2ആക്കി പിരിക്കാം. 2ആക്കി പിരിച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചോക്കോ പൗഡർ ആഡ് ചെയ്യണം. വാനില എസൻസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് സെപ്പറേറ്റ് ആയിട്ട് കുഴയ്ക്കുക. ചോക്ലേറ്റിൻ്റെ ഇതിന് നമുക്കൊരു പേപ്പർ, ഒരു പ്ലാസ്റ്റിക് പേപ്പർ വിരിച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് നന്നായിട്ട് ആക്കിയിട്ട് ചതുരത്തിലോ വട്ടത്തിലോ നമുക്ക് ആക്കിയെടുക്കണം. ഒരു ലെവലിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ചതുരത്തിൽ സെറ്റ് ചെയ്തിട്ട് മടക്കുക. 4ആക്കി മടക്കിയിട്ട് നമ്മളിതിന് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ഇതുണ്ട്. എന്താ വെച്ചാൽ ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മുറിക്കുമ്പോൾ അത് പല ഡിസൈനായിട്ട് പോകും. ഫ്രിഡ്ജിൽ വെച്ചെടുത്തെന്ന് വെച്ചാൽ നല്ല കറക്റ്റ് ഡിസൈനായിട്ട് വരും. ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഇതിനെയും ഒരു പ്ലാസ്റ്റിക് പേപ്പർ വിരിച്ച് നമുക്കിതിനെ ചതുരനാക്കിയിട്ട് ഈ പേപ്പറിൽ മടക്കുക. ഇനി ഒരു 20 മിനിറ്റ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമ്മളത് ഫ്രീസറിൽ നിന്ന് എടുത്തിരിക്കുകയാണ്. കണ്ടോ? ഒരുപാട് വെക്കാനും പാടില്ല, നമുക്ക് മുറിച്ചെടുക്കാനൊക്കെ പാടാവും. നമുക്കിതിനെ ഇനിയാണ് കളി. ഇനി മുറിക്കേണ്ടത് ഇങ്ങനെ 3ആക്കിയിട്ട്, അതായത് ഇങ്ങനെ 3ആക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം. അങ്ങനെ 3ആക്കിയിട്ട് മുറിച്ച് നമ്മളിതിനെ മാറ്റി വയ്ക്കുക. ഇതിനെ നമ്മൾക്ക് 3ആക്കിയിട്ട് മുറിക്കുക. പാതിയായി മുറിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കറക്റ്റ് സെൻറ്ററത്തെ എടുത്ത് ഇതിൽ വയ്ക്കുക. ഈ ഭാഗം എടുത്ത് ഇങ്ങനെ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഇങ്ങനെ ഇതിനെ ഇങ്ങനെയും സെറ്റ് ചെയ്യാം. നമ്മളെല്ലാം ഇങ്ങനെയല്ലേ ചെയ്തത്. ഇനി നേരെ ഇതിനെങ്ങനെ മറയ്ക്കുക. ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മൾ ഇതിനെ ഇനി ഇങ്ങനെ 3ആക്കണം. ഇനി ഇതിനെ 3ആക്കുക.
മൂന്നാക്കി മുറിച്ച് വെച്ചു. ഇനി നമുക്ക് ഇതിനെ പീസെടുത്ത് നമുക്ക് ഇതിലേക്ക് വയ്ക്കാം. ഈ ഒരു പീസെടുത്ത് ഇതിലേക്ക് വയ്ക്കാം. ജസ്റ്റ് ഒന്ന് ചേർത്തി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഈ ഒരു പരുവത്തിൽ നമ്മൾ കറക്റ്റാക്കി വയ്ക്കുക. അതിന് ശേഷം ഇനി നമ്മൾക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനെ ബേക്കിംഗ് ട്രേയിൽ നമുക്ക് ഇത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് വെക്കണം. ഞാനിന്നിവിടെ ഓവനിലാണ് ചെയ്യുന്നത്. കുക്കറിലും വെക്കാം. കുക്കറിൽ ജസ്റ്റ് കുക്കർ വെച്ച് ഇത്തിരി ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിലൊരു ഇതുപോലൊരു സംഭവം അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു പ്ലേറ്റ് വയ്ക്കുക. പ്ലേറ്റ് വെച്ചതിന് ശേഷം നമ്മുടെ ഇത് ഇഡ്ഡലി തട്ടിലോ ഇങ്ങനെ വെച്ചിട്ട് മിതമായ ചൂടിൽ ഒരു 20 മിനിറ്റ് നമുക്ക് ചൂടാക്കിയെടുത്ത് അടിപൊളി ബിസ്ക്കറ്റായി കിട്ടും. പ്രഷർ ഇല്ലാണ്ട് നമുക്ക്. അപ്പോൾ ഓവൻ പ്രീ ഹീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 180 നമ്മളൊരു 15 മിനിറ്റ്സാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ബിസ്ക്കറ്റ് എല്ലാം റെഡി ആയിരിക്കണം. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സംഭവം. നല്ല കിടക്കാച്ചി ബിസ്ക്കറ്റായി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഐ ആം ഷിനു സുരനാരായണൻ, സൈനിങ് ഓഫ്.